നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. ഉമ്മയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. വി ആർ ഗോയിങ് ടു സർപ്രൈസ് ഉമ്മ. ഇട്ടിട്ട് താണ്ടെ ഷൂസ് നൈറ്റിയും ഷൂസൊക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മോ. What is this? Sally. Hey, Talisa. She got a whole set. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ അമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നൊരു ഫാമിലി വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെ 3 സുഹൃത്തുക്കളുണ്ട്. ദിസ് ഈസ് എക്ക. ഹായ് എക്ക. സോറി. This is Carola. But like he's been making this mistake for Sorry. 2 days now. Sorry. This is Eka. Hello. ഇത് കരോള ആണ് കേട്ടോ. കരോള. Talisa from Germany, Carola from Austria, and Eka from Taiwan. നമ്മൾ 3 പേരും ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. തലിസ ഇന്നാണ് കേട്ടോ വന്നത്. നമ്മളിന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഒന്ന് തൊട്ടടുത്ത് തിരുവനന്തപുരത്തിലെ നഗരത്തിലെ പ്രധാനപ്പെട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ കോളം ബീച്ച് എന്ന് പറയുന്ന ഒരു കോളം ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ ഇവര് എൻ്റെ ഗസ്റ്റായിട്ട് വന്നവരാണ്. എക്കയും ഞാനും സ്വന്തം ഒറ്റയ്ക്ക് കൊള്ളയടിക്കപ്പെട്ടു ഒരു സമയത്ത് കെനിയയിൽ വെച്ച്. പിന്നെ തായ്വാനി യുഹാൻസു നമ്മുടെ എക്കയുമായിട്ട് ഞാൻ നബീബിയയിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെത്തുന്നതും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും റെഡിയായി പോവാണ്. സന്ന അതാണ്ട് എൻ്റെ ഇത്താടെ മകളാണ് കേട്ടോ കാണുന്നത്. സന്ന, ഹായ് സന്ന. എല്ലായിടത്തും പറ ബൈ ഉമ്മ, ബൈ, അസ്സലാമു അലൈക്കും. സോ ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ പോവുകയാണ് കേട്ടോ. എൻ്റെ ഇത്താടെ ഹസ്ബൻഡ് താണ്ടെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് പോകാനായിട്ട്. പോണേമാ. അസ്സലാമു അലൈക്കും. സിംഗൊക്കെ ഒരു ഹായ് പറ. ഇതാണ് കേട്ടോ എൻ്റെ അളിയൻ. ഒരേ ഒരു അളിയനാണ്. യെസ്. നമുക്ക് ഇറങ്ങാം. അയ്യോ ഈ ജീപ്പിന്റെ ആട്ട്. അയ്യോ സന്നൂസേ ഹായ് പറ. സന്നൂസ് ഹായ് പറ. നാണോ സന്നൂസിന്? യു ക്യാൻ ലീവ് ഇറ്റ് ദേർ. നോ ഫുഡ്. നമ്മൾ നമ്മുടെ യാത്ര നാളെ തുടങ്ങും. അതിനുവേണ്ടി ഡെക്കാത്തലോണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങിച്ചു. പർച്ചേസ് തിങ്സ്. ഹാമോക്ക്. നമ്മൾ ഹാമോക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് ഫോർ ദ ട്രെയിൻ റൈഡ്. നമ്മൾ ലോക്കൽ ക്ലാസ്സിൽ കിടന്ന് ട്രെയിൻ ജേണി ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. ടുമോറോ വി സ്ലീപ്പ് ഇൻ ഹാമോക്ക്. ഫൈനലി നമ്മൾ താണ്ടെ ഇവിടെ ബീച്ചിൻ്റെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് താണ്ടെ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോളം ബീച്ച് കുറേ നാൾക്ക് ശേഷം വരുന്നതാണ്. ഇന്ന് കാണാനായിട്ട് വലിയ മനോഹരമാണ്. താണ്ടെ നമ്മുടെ തലിസായും കൊലുസായും നമ്മുടെ കരോളയും താണ്ടെ ഇവിടെ ബീച്ചിൽ ഇപ്പോണ്ട്. പോയി ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. താണ്ടെ ഇവിടെ കുറേ പട്ടങ്ങളുണ്ട്. ഇവിടെ താണ്ടെ കുറേ മാമന്മാർ ചേട്ടന്മാർ ഇവിടെ താണ്ടെ ഇത് വിൽക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അയ്യോ, ഹൗ യു ഗൈസ് ഫീലിംഗ്? Amazing. Tired. So beautiful. So elegant. അങ്ങനല്ലേ കൊച്ചുകുട്ടികളൊക്കെ ഇതൊക്കെ പറത്തി നടക്കുവാണ് കേട്ടോ. സോറി. ഇതാണ്ട് നമ്മുടെ എക്കായും ഇത്തായും. ഇത്ത ഒരു ഹായ് പറ. ഇതാണ് കേട്ടോ എൻ്റെ ഇത്ത. ഹായ്. ഇത് നദിയ എൻ്റെ ഇത്ത. ഇതാണ്ട് ബംഗാളി ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടോ. നല്ല വെള്ളവും നല്ല അടിപൊളിയായിട്ടോ. നല്ല ക്ലീനും മനോഹരമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് അക്ക വെള്ളത്തിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. പോയി ചാവ്, പോയി മുങ്ങിച്ചാവ്. പോ. Go. Don't come back. ഇവിടെ നമ്മുടെ ബോട്ടിംഗ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ പല ഇതൊക്കെയാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സംഭവം. പിന്നെ അവിടെ ആയിട്ട് മറ്റേ പറന്നു പോകുന്ന ആ സാധനം ധാരാളം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ധാരാളം നോർത്ത് ഇന്ത്യ എന്നൊക്കെ കോളത്തിലോട്ട് ധാരാളം ടൂറിസ്റ്റുകൾ എപ്പോഴും വരാറുണ്ട്. തലിസയെ കിട്ടിയപ്പം കരോള എപ്പോഴും തലിശ്ശേരോടെ തന്നെ. നമ്മൾ നടന്ന് നമ്മുടെ താണ്ടെ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തെത്തി കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ
ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങൾ. അവിടെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഏരിയ ആണ് കേട്ടോ. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ എന്നെ അറിയാമെന്നുള്ള ഇവിടെ എന്താ പറയുക പാരസൈലിങ് സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്യുന്ന കുറച്ച് ടീം അവർ എന്നെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു അവരുടെ കൂടെ പാരാസൈലിങ് ചെയ്യുന്നോ, അവരെന്നെ ചെയ്യിപ്പിക്കാം, അത് പറ്റുമെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചു. പിന്നീട് എനിക്ക് കിട്ടിയ അവസരം എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചു അവർക്ക് ആ ഒരു അവസരം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ സിത്തായൊന്നും കയറുന്നില്ല, എൻ്റെ കൂടെ ഉള്ള എക്കയും തലിസയും നമ്മുടെ കരോളയും കയറുവാണ്, പിന്നെ ഞാനും കയറുവാണ്. അപ്പോൾ ഇവരാണ് കേട്ടോ, അതാണ്ട് ഈ ആളുകളാണ് എനിക്ക് ഇത് ഓഫർ ചെയ്തത്. ഹായ്, നമസ്കാരം. നിങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ. അല്ല, നമ്മൾ ഇവിടെ പാരാസൈലിംഗ് സ്കൂബ ഡൈവിംഗ് ഒക്കെ നടത്തുന്ന നമ്മളൊരു അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഓഷ്യനെറ്റ് അഡ്വഞ്ചേഴ്സ് നടത്തിയത്. ഓഷൻ അഡ്വഞ്ചേഴ്സ്. ഇതാണോ ഓഷ്യനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ഒരു കമ്പനിയാണ് കേട്ടോ ഇവരുടെ. ഏതാണ്ട് ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ എടുക്കാൻ പറ്റും. അവരുടെ ആ ഒരു ആതിഥ്യ മര്യാദയാണ് കേട്ടോ എനിക്ക് അവർ വിളിച്ചു തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക, നിങ്ങൾ വന്ന് യൂസ് ചെയ്യുക. എന്നെ അവർ ഹെൽപ്പ് ചെയ്തതിൽ നിങ്ങൾ എന്താ പറയുക, അവരുടെ കമ്പനി വഴി പാരാസൈലിംഗ് ചെയ്തിട്ട് അവർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് വൈശാഖ്. ഭവിജിത്ത്. ഇവിടെയുള്ളതാണോ? പേരെന്താ? വിവേക്. പിന്നെ ആ ബ്രോൻ്റെ പേരെന്താ? ഷാൻ. അവിടെ ഓക്കെ, അതാണല്ലേ. അതെ, ആകാശ് എന്ന് പറയുന്ന പുള്ളിയുടെ ഓണറൊക്കെയാണ് കേട്ടോ. ആ തൽസ, യു ആർ ഓക്കെ? If you die, we are not responsible. Okay. Yeah, we'll put a wreath, you know. Okay. You also, okay. You also, but don't die. I'll miss you. Don't die. Eka, don't die. People will miss you, you know. Your crazy stuff. ഞാൻ മരിച്ച എന്നെയും കാണാൻ കഴിയില്ല, എക്കാനെയും കാണാൻ കഴിയില്ല, ആരെയും കാണാൻ കഴിയില്ല കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ അപ്രതീക്ഷിതമായിട്ട് എത്തിയല്ലോ. ഇവിടെ എല്ലാരും ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. സന്ന റെഡി? ആർ യു റെഡി സന്ന? സനു റെഡി? തലിസ റെഡി? യു ആർ റെഡി? ആർ യു റെഡി? ഞാനും റെഡിയാണ്. അപ്പോൾ നമുക്ക് പോവാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇരുട്ടാവാറായി കേട്ടോ. ആകാശത്തെത്തുമ്പോൾ മിക്കവാറും സൂര്യ അസ്തമിക്കും. നദിയാമോ ഇത്? ടാറ്റ. അവര് പോയ കേട്ടോ. They left. They are leaving. No, they are leaving. We are not going, you know. They are leaving. Yeah, we are not going. നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവര് തന്നെ ആ ബോട്ടിൽ കയറി പോയി. ഇവിടെ ഓൾമോസ്റ്റ് ഇരുട്ടായി കേട്ടോ. അതാണ്, സൂര്യനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അയ്യോ എൻ്റെ എല്ലാം നനഞ്ഞു. ഹായ്. പേരെന്താ? നാസർ. ബ്രോന്റെ പേരെന്താ? വെയിറ്റ് അല്ലല്ലോ. അയ്യോ, ബ്രോന്റെ പേരെന്താ? നൗഷാദ്. എല്ലാവരെയും സന്തോഷം. എന്തോ അവിടെ നിന്ന് ഓടി വരുവാണ് കേട്ടോ. മറ്റേ ഷാറൂഖ് ഖാൻ കാജോളിന് കൈ കൊടുക്കാൻ ഓടുന്ന പോലെ. കമോൺ. ട്രെയിൻ ഇപ്പൊ എടുക്കും. ഓ വെയിറ്റ്. കമോൺ, ഗോ ഇൻസൈഡ് നൗ. ഓക്കേ, താങ്ക് യു. പോയിട്ടോ. അല്ലോ തരാ. ഓ അല്ലാ. Now your ass is wet. അവര് വലിച്ചു വലിച്ചോണ്ടാണ് കേട്ടോ പോകുന്നത്, കണ്ടില്ലേ? ഓ അയ്യോ. How was it? Tata. Oh, finally. Let's go. നമ്മൾ അടുത്ത ബോട്ടിലോട്ട് നടുക്കടലിലോ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. എൻ്റെ അമ്മ കാലൊന്നും വയ്യ. ഗോ. ഓ, അവിടെ അവര് പറത്തുവാണ് കേട്ടോ. വാവ്. അവരിതോ പറന്നു പോവാണ് കേട്ടോ. എൻ്റെ അമ്മ. മരണക്കയർ കയറ്റുവാണ് കേട്ടോ. അയ്യോ, ഫുള്ള് അവര് വെള്ളത്തിൽ ഇറക്കുമെന്ന് തോന്നുന്നു. അടുത്ത രണ്ടാമത്തെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയെ വെള്ളത്തിലോട്ട് മുക്കുവാണ്.
Just twerking on the water. You guys are going to be like this, you know, underwater. പുള്ളി ഏതാണ്ട് പൊക്കി പുള്ളി എടുത്ത് താത്തു. ഫൈനലി ഇനി ഞാനും കരോളയും കയറാൻ വേണ്ടി പോവാണ്. അയ്യോ കരോള, യു ആർ റെഡി? എൻ്റെ അമ്മ തലകറങ്ങുന്നു തോന്നാണ്. അല്ല ഫോൺ അവിടെ കൊടുക്കാം. ആ ഇട്ടോടെ ഞാൻ കൊടുക്കാം. വെള്ളം വെള്ളം. അയ്യോ 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 അല്ലാ അബ്ബു അയ്യോ കരോള. Kerala, give me your leg. Huh? I think, yeah, rolling. Good. La 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 la. Ayo, please. Oh, please. Ayo, tuli. Carola. Ayo. Tuli. അടിപൊളിയായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. വലിയ അഡ്വഞ്ചർ ഒന്നുമില്ല, പക്ഷേ ഒരു ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അടിപൊളിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് പോയാൽ ബോറായിരിക്കും. നമ്മുടെ കരോളയും എക്കയും തലിസയും പോവാണ്. ബൈ ബൈ. നമ്മുടെ തലിസയും കരോളയും വരുവാണ് കേട്ടോ. എക്കയും വരുവാണ്. ഏറ്റവും രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞിരിക്കുവാണ്. ഇനി എൻ്റെ ഇത്താക്ക് പേടിയാട്ടോ. പോയി പേടിയാട്ടോ. How was it? Talisa, how was it? I just got washed by the ocean. Pagal. Eka, how was it? തലറങ്ങണോ? അതിയാമോ. all the best. സന്നാസി പോവാ, എൻ്റെ ഉമ്മ പോവാ. all the best പറഞ്ഞില്ല. ആകാശത്ത് അവർ വീടും, വെള്ളത്തിൽ വീടും, തലറങ്ങി വീഴും. ഉമ്മ പണ്ട് അന്നലുനാലിൽ പോയി ചെയ്തതുപോലെ വരില്ല. അവർ രണ്ടുപേരും അങ്ങനെ പോവാണ് കേട്ടോ. പോയില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവർ ലാസ്റ്റ് അവസാന ടൈമിൽ. ഇത്താക്ക് പേടിയാണ് കേട്ടോ. കണ്ടില്ലേ, മോൻ കണ്ടാ അറിയാം കേട്ടോ. അപ്പൊ പോണ്.
ഫൈനലി അവരെ വെള്ളത്തിൽ ഇറക്കാതെ തന്നെ അവരെ ഇവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മളിവിടെ കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം കൊള്ളാം. അടിപൊളി അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? സൂപ്പർ. നദിയമ്മ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നോ? ഉറപ്പായിട്ടും. നമ്മൾ കരയിലോട്ട് പോവാണ്, പറപ്പിക്കുവാണ് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻജോയ്മെന്റ് കുറച്ച് കൂടിയാലേ ഉള്ളൂ കേട്ടോ. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. Crazy? How was it? Crazy? China? How was it? You beat. ഇനി നമ്മളെല്ലാരും പുറത്തോട്ട് ഇറങ്ങുവാണ്. 4 പേര് മാത്രമാണ് കേട്ടോ ആദ്യം പോകുന്നത്. താങ്ക് യു ഫോർ എവറിത്തിങ്. കാണാം കേട്ടോ, സന്തോഷം. നമ്മളങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബ്രോ, മിലേഗ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് വലിയ അഡ്വഞ്ചറൊന്നും അല്ല. ബട്ട് ഫാമിലിയോടൊക്കെ വരുന്നവർക്ക്, അല്ലാതെ എന്താ പറയുക, ഇതൊക്കെ അഡ്വഞ്ചറായിട്ട് തോന്നുന്നവർക്ക് ഭയങ്കര അടിപൊളിയാണ്. നല്ല വർത്താണ് കേട്ടോ. അവരെന്തായാലും ഓഫർ ചെയ്ത് തന്നത് ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പാരാസെയിലിങ്, കയാക്കിങ്, പിന്നെ ഇവർക്ക് റൂംസ് കാര്യങ്ങൾ, ജെറ്റ് സ്കി റൈഡ്, അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. സ്കൂബ ഡൈവിങ്, സ്നോർക്കിളിങ്, അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതാണ്. ഓഷൻ നെറ്റ് അഡ്വഞ്ചേഴ്സ് കേട്ടോ. ഇവർ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതല്ല. താങ്ക് യു സോ മച്ച് കേട്ടോ. വളരെ മനോഹരമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓഷൻ നെറ്റ് എന്ന് പറയുന്ന, നിങ്ങൾ ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു എന്താ പറയുക, ലേമറൈൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ കേട്ടോ നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കും. അവരുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഫൈനലി നമ്മൾ കുടുംബ വീട്ടിലൊക്കെ പോയിട്ട് ഇവിടെ നമ്മൾ ദിസ് ഈസ് ബനാന റെഡ് ബനാന നമ്പർ 4. ബനാന നമ്പർ 4. ഞാൻ 4 തരം ബനാന ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇനി ഒരു 2 തരം ബനാനയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട് കേട്ടോ. ദിസ് ഈസ് കപ്പപ്പഴം. അയ്യോ, ദിസ് ഈസ് കപ്പപ്പഴം. You don't want കപ്പപ്പഴം? Big പഴം. ഞാനിതൊക്കെ കഴിഞ്ഞ് അടുത്ത എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ വന്നതാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാരും തുണി ഇതൊക്കെ ആയി. നൈറ്റി. This is called നൈറ്റി. Traditional wear in house, Kerala house, woman. Is nighty you have, right? The same, Not the same, but I have. Yeah. Nighty ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ, ഡ്രസ്സ് മാറ്റിയിട്ട്. Wow, Talisa, nice. Super nice. Wow. Super nice. അയ്യോ, 1 മണിക്കൂറോളം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച കാര്യമൊക്കെ പറഞ്ഞ് നൈറ്റിയൊക്കെ എടുത്തോണ്ട് വരുവാണ് കേട്ടോ. അതാണ്ടേ 3 നൈറ്റി ഗേൾസ് വിത്ത് 3 നൈറ്റി ഗേൾസ്. 3 നൈറ്റി ഗേൾസ്. ആൻഡ് ഇതെന്താ, ചുരിദാറാണോ സന്നൂട്ടി? വി ആർ ഗോയിങ് ടു ഭീമാപ്പള്ളി നൗ. നമ്മൾ ഇനി ഭീമാപ്പള്ളിയിലോട്ട് പോവാണ്. ഓൾറെഡി കരോള നമ്മളെ ഹാജി അലി ദർഗ നമ്മുടെ മുംബൈയിൽ സന്ദർശിച്ചതാണ്. അപ്പോൾ അതുപോലത്തെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ ഭീമാപ്പള്ളി ഉറൂസിന് പോകുന്നു. ഭീമാപ്പള്ളി എന്ന് പറയുന്ന ഒരു ഒരു പള്ളിയാണ് കേട്ടോ, ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഡ്രസ്സെല്ലാം പോയി കേട്ടോ, എല്ലാം വെള്ളത്തിലായി. കുഞ്ഞുമാടെ കിട്ടിയുള്ള നൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പള്ളിയിൽ പിന്നെ അങ്ങനെ പോകേണ്ടി വന്നാൽ. ഇവർക്കൊന്ന് കാഴ്ചകൾ കാണിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. നൈറ്റിട്ട് എല്ലാവരും പോവുകയാണ് കേട്ടോ. തൽസ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇതാണ്ട് ഷൂസൊക്കെ, നൈറ്റിയും ഷൂസൊക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മോ. ഞാൻ സത്യത്തിൽ ഒരു എംബാരസ്ഡ് മൊമെൻ്റ് ആയി. നമ്മൾ അബദ്ധവശാൽ നൈറ്റി ഇട്ടുകൊണ്ട് വന്നതാണ്. എല്ലാവരും നോക്കിയപ്പോൾ ഭയങ്കര എംബാരസ്ഡ് മൊമെൻ്റ് ആയി. സത്യം പറഞ്ഞാൽ
ഒരു സ്ഥലത്തും പോയില്ല കേട്ടോ. പെട്ടെന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു. ഞാനിവിടെ കുറച്ച് സ്വീറ്റ്സ് എന്താതാണ്ട് വാങ്ങാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വലിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഷൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും പ്രാവശ്യം ഷൈ നാണം കെട്ട ഒരു മൊമെന്റ്. അയ്യോ, നമ്മളിതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. മൊത്തം ഭക്ഷണമൊക്കെ കഴിച്ചു. അയ്യോ, വയറ് അറിഞ്ഞു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ജീപ്പിന്റെ മുകളിൽ കയറി 4 എണ്ണം ഇരിക്കുവാണ് കേട്ടോ. അതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്, കണ്ടില്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ദാണ്ടെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് എല്ലാവരുമായിട്ട്. ഇവിടെ എൻ്റെ കുഞ്ഞുമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഹായ് സന്നാച്ചി, ഗുഡ് മോർണിംഗ്. ഇവിടെ റിച്ചു, സേ ഹായ്. ഇവിടെ റിച്ചു ഉണ്ട്, നദിയ ഇത്ത ഉണ്ട്, ഫാത്തിമ ഹായ്, പിന്നെ കരോള, തലിസ, അതിനിവിടെ എക്ക ഉണ്ട്. ഇവിടെ ചിക്കനൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം മോഡൽ ചിക്കന്, പിന്നെ പത്തിരി, ഒറട്ടി, അത് എല്ലാം കൂടെ ഒക്കെയാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ദിസ് ഈസ് പത്തിരി ബ്രേക്ക്ഫാസ്റ്റ് നമ്പർ 8. ഞാനിവിടെ എണ്ണം പറഞ്ഞാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുന്നത്. 8 ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനിയും 20-25 എണ്ണത്തിന് ബാക്കിയുണ്ട്. ഇൻവിറ്റേഷൻ്റെ മേളമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു, വീണ്ടും അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാണ്. യു ഗൈസ് റെഡി? ലെറ്റ്സ് ഗോ. നമ്മളിനി എൻ്റെ വാപ്പാടെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. തലിസ വന്നപ്പോൾ തലിസയെ അന്ന് കൊണ്ടുപോയി കാണിച്ചില്ല, അതുകൊണ്ട് വീണ്ടും തലിസയും കൂടെ കാണാൻ വേണ്ടി പോവാണ്. ദിസ് ഈസ് എ ഗുഡ് ഡ്രൈവർ. ഗുഡ് ഡ്രൈവർ ആണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഒരു KSRTC ബസ്സിൽ കയറിയിട്ടുണ്ട്. എക്സൈറ്റഡ് ഗേൾ അവള്. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ തലിസയുടെ. അതുകൊണ്ട് തലിസ എപ്പോഴും എക്സൈറ്റ്മെന്റ് ആണ്. കരോളയൊക്കെ കുഴപ്പമില്ല, യൂസ് ടു ആയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അടുത്ത വേറൊരാളതുകൊണ്ട് അവിടെ കാഴ്ചകൾ കണ്ടോണ്ട് നടക്കുവാണ്. അല്ലാ, എക്ക ഞാൻ നോക്കിയപ്പോ റോഡിലൊക്കെ ഇരുന്ന് എന്തൊക്കെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ. എക്ക, ദിസ് ഈസ് ബ്ലാക്ക് പെപ്പർ, ലെറ്റ്സ് ഗോ. ബ്ലാക്ക് പെപ്പർ കുരുമുളക് കഴിച്ചിട്ട് കിടന്ന് ചുമക്കുന്നതാണ്. നമ്മൾ ബസ് ഇറങ്ങി അടുത്ത ബസ് കയറിയിട്ട് വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്, ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. How you feeling? Interview. How are you feeling? Interview. Very intense. Very hot and spicy. 2 എണ്ണം അങ്ങോട്ട് ഓടിയും ചാടിയൊക്കെ കളിക്കുന്നു. ഇത് വേറൊരു സ്ഥലത്ത് മൗനലോകത്താണ്. ഇത് തുമ്പിയെ കാണുമ്പോൾ താഴെ ഇങ്ങനെ ഇരിക്കും. തലിസ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ലെവൽ മാറിയിട്ടില്ല, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട്. മക്കളെ വാ ക്ലൈന ന്യൂസ് കേട്ടോ. അവിടെ ഓന്തിനെ എന്തോ കണ്ടപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളെ വാ മക്കളെ വാ. That is ഓന്ത് അല്ല ഓന്ത്. What is that? അവർക്ക് എന്തോ കളഞ്ഞു കിട്ടിയ സ്വർണ്ണനിധിയാണ് കേട്ടോ. സലാമലൈക്കും. നമ്മൾ അടുത്തതാണ്ട് കുടുംബ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് മൈ ആന്റി ഫ്രം തമിഴ്നാട്. സേലം. ഹീസ് ഒറിജിനലി ഫ്രം തമിഴ്നാട്. ബാബുജി ഒരു ഹായ് പറ. ഹായ്. ഹൗസി ഒരു ഹായ് പറ. ഇവിടെ എല്ലാരും ഫോട്ടോ എടുപ്പും സംഘങ്ങളൊക്കെയാണ്. താണ്ടെ മാമി ജുമിക്കി കമ്മലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ ഓട്ടം ഉണ്ടല്ലോ. അടിപൊളി. തലിസയാണ് ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ. സോ നൈസ്. അടിപൊളി കേട്ടോ. തന്റെ ചുമ്മിക്ക് കമ്മലൊക്കെ ഇടുവാണ് കേട്ടോ തലിസയുടെ കല്യാണമായോ ഇവിടെ? എന്റെ അമ്മോ ഇതെന്താ? വാട്ട് ഈസ് ദിസ്? What is it? Sally. Hey, Talisa. She got a whole set. Wow. La. ഇത് മറ്റേ കനിഹ, പഴശ്ശിരാജയിലെ കനിഹയെ പോലെ ഉണ്ട്. എന്റെ അമ്മോ ഇവിടെ ഇതാണ്ട് എല്ലാരെയും ആക്കിയിട്ടുണ്ട്. കലാകാരികൾ ഇതാണ് കേട്ടോ. സബീനാമിയും ജുനേദാമിയും തമിഴ്നാട്ടിൽ നിന്ന് മുണ്ടുപിടിപ്പിക്കാൻ മാത്രം വന്നതാണ് കേട്ടോ ഇവരെ. മേക്കപ്പ് ആർട്ടിസ്റ്റ് അടിപൊളി.
അല്ലല്ല ഓസ്ട്രിയ. എന്റെ അമ്മോ, വാവ്, അടിപൊളി അടിപൊളി. ഓക്കെ. ഫൈനലി യു ഗൈസ് ആർ ഹാപ്പി. ആണ്ടേ സ്വർണ്ണ കമ്മലൊക്കെയാണ് കേട്ടോ, ഫുള്ള് അടിപൊളി. അടിപൊളി 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 അടിപൊളി. പോയിട്ട് വരാം, പോയിട്ട് വരാം. ശരി, അസ്സലാമു അലൈക്കും. പാപ്പ വേണേ, അസ്സലാമു അലൈക്കും. തൽക്കാലം നമ്മൾ ബസ്സിലൊന്നും പോകുന്നില്ല, ഒരു ആട്ടോ അടിച്ച് തന്നെ പോവാണ് കേട്ടോ. കാരണം ഇതൊന്നും വെച്ച് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. 3 മലയാളികൾ, പുതിയ മലയാളികൾ ഏതാണ്ട് വണ്ടിയിൽ ഇരിക്കുവാണ് കേട്ടോ. കുറച്ച് മുല്ലപ്പും കൂടെ ചൂർണമായിരുന്നു. ലെറ്റ്സ് ഗോ ഹോം, ലെറ്റ്സ് സർപ്രൈസ് ഉമ്മ പപ്പുവാണ്. യാ ഞാൻ വീട്ടിൽ ഉമ്മ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിനി സ്കൂട്ടർ എടുത്തിട്ട് രണ്ടുപേരും കയറാൻ വേണ്ടി പോവാണ്. Some more. That's it. Yeah. Some more. You sit first. You sit first. Wait. Okay. No, you need to be more this side. More this. Yes, yes. Okay. Sorry. Okay, Okay. here. Yes. More. Allah. More. Allah. It's okay. It's okay. Not more. Okay, Not more. Not more. Not more. Okay, you come No, out. this You come I out. get. You come out. Okay. Maybe Talisa is better with you because ഓ, അവസാനം ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്ന്. കമാൻ ഏക്കാ, വെയിറ്റ്, ലെറ്റ് മീ കിക്കർ അടിക്കട്ടെ. ഓ, ഓണാക്കട്ടെ. കാല് വയ്യ. You okay? You okay? Perfect? Perfect. You guys perfect? Let's go. Wait. Let's go. Let's go. Come on. Baby driver, sexy go. Let's go. Surprise. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. നമ്മളിനി വീട്ടിലോട്ട് പോവാണ് ഉമ്മയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. We are going to surprise. ഉമ്മ 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 ഉമ്മ, ശരി. വാ 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 വാ, പെട്ടെന്ന് വാ വാ ഇത്താ വാ വാ, കം. ഷമീജ്മായ എങ്ങനെയുണ്ട്? സർപ്രൈസ് മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലിയാക്കിടാൻ. ഇവിടെ വീട്ടിൽ വന്ന അടുത്ത ഫോട്ടോഷൂട്ടാണല്ലോ ഇവിടെ കിടക്കുന്നത്. അടിപൊളി ഫോട്ടോകൾ കഴിഞ്ഞു. Let's go now. We go eat. ടൈമില്ലേ No food, Madi. എന്താ ആഹാരം? ബിരിയാണി. ചിക്കൻ ബിരിയാണിക്കാണ് നമ്മളിവിടെ വെച്ചത് ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി. ഇന്ന് ഇത് കഴിഞ്ഞിട്ടായാലും നമ്മൾ നേരെ ഒരു ട്രെയിൻ കയറി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതൊക്കെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ഇവിടത്തെ നടത്തുന്നതാണ്. ആണല്ലേ, ഇവിടെ നമ്മൾ ചിക്കൻ പപ്പടം, ചിക്കൻ കറി, അച്ചാറ്, ബിരിയാണി എല്ലാം ഉണ്ട്. ഇന്നത്തോടെ ആഹാര ചടങ്ങോടെ നമ്മളിവിടെ തീരുവാണ്. ഈറ്റിംഗ് ചിക്കൻ ബിരിയാണി, അടിപൊളി. How do you feeling? Carola, you try the Kerala style and eat. കണ്ടില്ലേ, മലയാളികളെ പോലെ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. You will take some time. What about you? Easy peasy, lemon squeezy. നമ്മള് ചിക്കനും ഇതൊക്കെ ആയിട്ട് കഴിച്ചോണ്ടിരിക്കുവാണ്. വെച്ചു എങ്ങനെയുണ്ട്? ഭക്ഷണം എങ്ങനെയുണ്ട്? ഓ, ആന്റിക്ക് എന്തോ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞുമാരെ കരം മാത്രം കാണിച്ചാൽ മതി, കരം മാത്രമേ കാണിക്കുള്ളൂ. Thank you. എത്തിയോപ്പിയിൽ നിന്ന് കരോള വാങ്ങിച്ചിട്ട് വന്നേണ്. Ethiopia is gas. Thank you. Happy Christmas. അപ്പൊ
ഷർട്ട് എന്തുമാ ഷോളാണ് കേട്ടോ. എത്തിയപ്പിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് അഡിസബാബേന്ന്. ജനകീയം പിണറായി വിജയൻ നത്തിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ഇന്നത്തെ ദിവസം ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പലതും കാണിച്ചില്ല, പലതൊക്കെ വിട്ടുപോയി. നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഭീമാപള്ളി പോയതിന്റെ കാര്യം ഞാൻ എംബാരസ്ഡ് ആവേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മതകേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഞാനാണ് ധരിപ്പിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ. ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു, ഭയങ്കര ഒരു ഷൈ ആയിരുന്നത്, ഭയങ്കര ഒരു എന്തോ ഒരു കുറ്റബോധത്തിലായിരുന്നു ഞാൻ അവിടെ പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്നെ തെറ്റായിട്ട് തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. വേറൊരു അവസ്ഥയില്ലായിരുന്നു, അവിടെ പോയപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായതേ. അപ്പോൾ എന്തായാലും അതിന് ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവരും ബൈ.